ഹായ് സുഹൃത്തുക്കളെ, ഞാനിന്നിവിടെ കാണിക്കുന്ന ഒരു അത്ഭുതകരമെന്ന് വേണേൽ പറയാവുന്നൊരു വീഡിയോ ആണ്. ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ 70 വർഷമായിട്ട് ഒരു 5-8 കുടുംബക്കാർ കുടിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഓലി, ഞങ്ങളുടെ ഭാഷയിൽ പറയുന്ന ഓലി എന്ന് പറയും. ഇതിൻ്റെ കാരണം എന്ന് വെച്ചാൽ, എൻ്റെ അച്ഛൻ്റെ കാലത്തൊക്കെ 7 വർഷം മുമ്പൊക്കെ എൻ്റെ അച്ഛനും ഇവിടെ അയൽവക്കത്തുള്ള പരിസരത്തുള്ള സുഹൃത്തുക്കളും കൂടി പാറ പൊട്ടിച്ച് കുഴിച്ചെടുത്തൊരു ഓലിയാണിത്. നിർഭാഗ്യമെന്ന് പറയാം, കഴിഞ്ഞ 2021 ഒരു മഹാപ്രളയം കൊക്കയാർ പഞ്ചായത്ത്, പീരുമേട് താലൂക്കിൽ, ഇടുക്കി ജില്ലയിൽ കൊക്കയാർ പഞ്ചായത്തിൽ ഭയങ്കരമായൊരു ഉരുൾപൊട്ടലുണ്ടായി. അതിൽ ഈ കാണുന്ന, നിങ്ങൾ പറയുന്ന തോടെന്ന് പറയും, ഈ തോട് ഇതുണ്ട്, ഇതിലെ വന്നത് 12 ഉരുളാണ് ഒന്നിച്ച് വന്നത്. ഈ 12 ഉരുൾ വന്നിട്ടും ഈ ഓലിയിലെ വെള്ളം ഇതുവരെ പറ്റിയിട്ടില്ല. അതൊരു ഭയങ്കര ദൈവാനുഗ്രഹം എന്ന് പറയാം. ഈ ഓലിയുടെ കാര്യം പറയുകയാണെങ്കിൽ, ഇവിടെ 5-10 വീട്ടുകാർ ഈ ഏത് വേനൽക്കാലത്തും ഈ നീരുറവ പറ്റാറില്ല. ഇതുകൊണ്ട് ഇത് കണ്ടോ, ഇത് വെള്ളം വരുന്നത് അത് നല്ല തണുത്ത വെള്ളമാണ്. വെള്ളം വരുന്നത് അരിച്ചിറങ്ങി വരുന്നത് കണ്ടോ. ചില കാര്യത്തിൽ നമുക്ക് ഈ കുടിവെള്ളം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ഒഴിവാക്കാൻ പറ്റാത്തൊരു ഘടകമാണ്. ഇതുപോലെ നല്ല നാച്ചുറലായ നല്ല വെള്ളം, അതായത് നല്ല വാട്ടർ നമ്മുടെ ഈ ടൗൺ പ്രദേശത്തൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല. നമ്മൾ കുടിവെള്ളമൊക്കെ മാലിന്യം നിറഞ്ഞൊക്കെ നമ്മൾ പല വാർത്തകളിലും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഞങ്ങളുടെ ഈ മലയോര പ്രദേശങ്ങളിൽ ഇങ്ങനൊരു ഭാഗ്യം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഇത് ഏത് വേനൽക്കാലത്തും പറ്റുന്ന വെള്ളമല്ല. ഈ കഴിഞ്ഞ ഉരുൾ വന്നപ്പോഴത്തേക്ക് ഇതെല്ലാം മറികടന്ന് കവിഞ്ഞു പോയി പ്രദേശം എല്ലാം പോയെങ്കിലും ദൈവാനുഗ്രഹം കൊണ്ട് ഈ ഓലിയൊന്നും പോയിട്ടില്ല. പിന്നെ ഈ ഇതൊരു കുളിക്കുന്ന കടവാണ്. ഇതൊക്കെ കാണുമ്പോൾ എൻ്റെ പഴയ ഓർമ്മകളൊക്കെ വരും. എൻ്റെ ചെറുപ്പകാലത്ത് എൻ്റെ അമ്മയും എൻ്റെ സഹോദരിമാരും എന്നെ കൊച്ചിലെ കൊണ്ട് കുളിപ്പിക്കാനൊക്കെ വരുന്ന ഓലിയായിരുന്നു. അന്നൊക്കെ രാത്രിയിലും പകലും എല്ലാം കാവലിരുന്ന് എല്ലാവരും കോരിയെടുത്ത് വെള്ളം കുളിക്കാനും നനയ്ക്കാനൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു ഓലിയാണിത്. ഇപ്പോഴും ഞാനിത് കാണുമ്പോൾ എൻ്റെ പഴയ ഓർമ്മകളൊക്കെ തിരിച്ചു വരികയാണ്. ഇത് കണ്ടില്ലേ, ഇത് കണ്ടോ, ഇതൊരു ഇടുക്ക് വഴി ഇങ്ങനെ വരുവാണ്. ഇപ്പോൾ ഇത് റബ്ബർ മേഖലയാണ്, റബ്ബറിൻ്റെ ഇലയൊക്കെ വന്ന് കിടക്കുന്നതാണ്. ഇപ്പോൾ ഈ കുടിവെള്ളം, ഈ വെള്ളമൊക്കെ എല്ലാവരും ഒന്നും ഉപയോഗിക്കുന്നില്ല. കാരണം എല്ലാവരുടെയും മുറ്റത്തും പെരയ്ക്കകത്തും കുഴൽ കിണറും മറ്റും സംവിധാനങ്ങൾ വന്നിരിക്കുകയാണ്. എങ്കിലും ഈ വെള്ളത്തിലൊന്ന് കുളിക്കുകയും ഈ വെള്ളം ഒന്ന് കുടിക്കുകയും ചെയ്യുമ്പോൾ എന്തൊരു ആശ്വാസമെന്നറിയും. നമ്മുടെ എല്ലായിടത്തും ഒന്നും ഇങ്ങനെ ഈ ജലലഭ്യത കിട്ടാറില്ല. ഇത് ഞങ്ങളുടെ ഈ നാടെന്ന് പറയുന്നത് കൊക്കയാർ പഞ്ചായത്താണ്, പീരുമേട് താലൂക്കിൽ. ഏറ്റവും നല്ല പ്രദേശമാണ്, മലമ്പ്രദേശമാണ്. പണ്ടത്തെ പോലെ ഇവിടെ ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് വന്നൊരു മേഖലയാണ്. ഇപ്പം കാട്ടുമൃഗ ശല്യങ്ങളൊക്കെ ഇവിടെ വരാൻ തുടങ്ങി. അതുകൊണ്ട് എല്ലാവരും രാത്രികാലങ്ങളിലൊക്കെ ഇറങ്ങി നടക്കാറൊന്നും അധികം കുറവാണ്. എങ്കിലും നല്ലൊരു പ്രദേശമാണ്. ഈ ഉരുൾ വന്നിട്ടും ഈ പ്രദേശം ഇപ്പോൾ മാറി, ഇപ്പോൾ 4-5 വർഷമായി. 5 വർഷം കൊണ്ട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം പുതിയതായിട്ടൊരാൾ വന്നു കഴിഞ്ഞാൽ ഇത് ഉരുൾ പൊട്ടുകയെന്ന് പറയാൻ പറ്റുകയില്ല. ഈ കലുങ്കെല്ലാം തകർന്നു പോയതാണ്. ഈ കാണുന്ന റോട്ടിൽ കൂടെ ബസ് ഓടിക്കൊണ്ടിരുന്നത്, ഇപ്പം ബസ്സൊന്നുമില്ല. നമ്മുടെ മലപ്രദേശങ്ങളിലൊക്കെ താമസിച്ചിരുന്ന ആൾക്കാരെല്ലാം ടൗൺ മേഖലയിലേക്ക് ഇറങ്ങാൻ തുടങ്ങി. നമ്മുടെ എൻആർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഭയങ്കരമായ ഒരു പാലമാണ്, നല്ലൊരു പാലം ഉണ്ടായിരുന്നു. പാലം തകർന്നു പോയിട്ട് ഈ 4 വർഷം കൊണ്ട് ഈയിടെയാണ് പാലത്തിൻ്റെ പണി പൂർത്തീകരിച്ചത്. പാലവും ഇല്ലാതെ യാത്രാ ക്ലേശങ്ങൾ വന്നപ്പോഴത്തേക്കും നമ്മുടെ മലമ്പ്രദേശത്ത് താമസിച്ചിരുന്ന ആൾക്കാരെല്ലാം ടൗൺ മേഖലയിലേക്ക് 5 സെൻറ്റും 10 സെൻറ്റും ഒക്കെ മേടിച്ചും വാടകയ്ക്കൊക്കെ ഇട്ട് താമസിക്കാൻ പോയി. ഇപ്പം പാലത്തിൻ്റെ പണികളെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഓരോരുത്തരും ടൗണിൽ ജീവിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി കുടിവെള്ളമായാലും വെള്ളമൊക്കെ മാലിന്യം നിറഞ്ഞതും എല്ലാവരും മലമ്പ്രദേശത്തേക്ക് വീണ്ടും തിരിച്ചു കയറാൻ തുടങ്ങി. കാരണം വെച്ചാൽ ടൗൺ മേഖലയിൽ താമസിക്കുമ്പം നമുക്ക്, ഞാൻ പറയാൻ തന്നെ അറിയാം, എല്ലാവർക്കും അറിയാം, നമുക്ക് ഒരു ഒച്ചയിൽ സംസാരിക്കാൻ പറ്റത്തില്ല, നല്ലൊരു വെള്ളം മുങ്ങി കുളിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെയൊക്കെ സാധനം, കുഴൽ കിണർ, മറ്റ് കിണറുകളിലുള്ള വെള്ളം കൊണ്ട് മാത്രമേ നമ്മൾ ജീവിക്കുന്നത്. ഇങ്ങനെ ഒരു എന്ത് വന്നാലും ഞാൻ ഈ പ്രദേശത്ത് ഞങ്ങളും പോയിട്ടില്ല. ഞാനും എൻ്റെ കുടുംബവും എൻ്റെ മക്കളും എല്ലാം ഇവിടെ ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് ഈ വെള്ളത്തിൻ്റെ കാര്യം കാണിക്കാൻ നിങ്ങളെ ഒരു ചെറിയൊരു വീഡിയോ എടുത്താണ്.
നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചെറിയ ഈ വീഡിയോയിൽ ഞാൻ ചെറിയൊരു ചാനൽ തുടങ്ങിയാണ്. എന്തെങ്കിലും കുറ്റവും കുറവുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ എനിക്ക് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, എനിക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഒന്നുകൂടി ഇത് കാണുക. നിങ്ങൾ ഈ പ്രദേശമൊക്കെ ടൂറിസ്റ്റുകൾ നല്ലതുപോലെ വന്നു കയറിക്കൊണ്ടിരിക്കുന്ന ഉറുമ്പിക്കര എന്ന് പറയുന്ന ടൂറിസ്റ്റ് മേഖല ഈ മലയ്ക്ക് നേരെ അപ്പുറമാണ്. ഏതെങ്കിലും ആൾക്കാർ ഇത് കാണുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അടുത്ത പ്രദേശത്ത് വെച്ച ദൂരെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ നമ്മൾ മുണ്ടക്കയം വന്നു കഴിഞ്ഞ് മുണ്ടക്കയത്തുനിന്ന് ഒരു 15 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ ഏന്ത്യാർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ആ സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ ഉറുമ്പിക്കര ഈ ഭാഗമൊക്കെ പോകാൻ പറ്റും. നല്ല കാഴ്ചകൾ. വാഗമണ്ണൊക്കെ മണ്ട നിന്ന് കഴിഞ്ഞാൽ നല്ല സ്ട്രെയിറ്റായിട്ട് കാണാം. ഭയങ്കര ഒരു കാഴ്ചയുള്ളൊരു മേഖലയാണിത്. എല്ലാവരും ഈ പറഞ്ഞ പോലെ എന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. ഞാൻ നേരത്തെ പറഞ്ഞാൽ ഉരുൾപൊട്ടലുണ്ടായപ്പോൾ ഇവിടെ പാറകളെല്ലാം പൊടിഞ്ഞും മാറി ഈ പ്രദേശമൊന്നും കാണാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. ഇപ്പം പുല്ലും ഈ പള്ളകളൊക്കെ പിടിച്ച് പഴയ ആ രീതിയിൽ നിന്ന് മാറ്റം വന്നിട്ടുണ്ട്. എങ്കിലും ഇതൊക്കെ ഇന്ന് വെളിയിലുള്ള നിങ്ങൾ ടൗൺ മേഖലയിൽ താമസിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇതൊരു കാഴ്ചയും നല്ല രസമായിരിക്കും. തന്നെയല്ല ഇവിടെ ജീവിത രീതിക്ക് നല്ല അന്തരീക്ഷമാണ്. മഴക്കാലം വരുമ്പോൾ സ്വല്പം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. എങ്കിലും പറയത്തക്ക രീതിയിൽ ഉരുൾപൊട്ടലുകളൊന്നും ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ജീവിക്കാൻ പറ്റിയൊരു മേഖലയാണ്. ഈ സ്ഥലത്തിൻ്റെ പേര് ഏന്ത്യാർ മുക്കുളം വടക്കേമല എന്ന് പറയും. എന്തെങ്കിലും കാലത്ത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണണം തോന്നിയാൽ വരികയൊക്കെ ചെയ്യാം. എല്ലാവരും വന്ന് സമയങ്ങളിൽ വന്ന് കണ്ട് പോകുന്നതിന് ഒരു സമയം കണ്ടെത്തുക. ഇത് കണ്ടോ, ഇതെല്ലാം ഏത് വേനലായാലും ഇവിടെ വെള്ളം പറ്റത്തില്ല. വെള്ളത്തിൻ്റെ അളവ് കുറയുന്നത് മാത്രമല്ലാതെ വെള്ളം പറ്റത്തില്ല. അതാണ് ഈ പ്രദേശത്തിൻ്റെ പ്രത്യേകത. ഓക്കെ. ഞാൻ നേരത്തെ പറഞ്ഞാൽ ഉരുൾപൊട്ടലുണ്ടായപ്പോൾ ഇവിടെ പാറകളെല്ലാം പൊടിഞ്ഞും മാറി ഈ പ്രദേശമൊന്നും കാണാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. ഇപ്പം പുല്ലും ഈ പള്ളകളൊക്കെ പിടിച്ച് പഴയ ആ രീതിയിൽ നിന്ന് മാറ്റം വന്നിട്ടുണ്ട്. എങ്കിലും ഇതൊക്കെ ഇന്ന് വെളിയിലുള്ള നിങ്ങൾ ടൗൺ മേഖലയിൽ താമസിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇതൊരു കാഴ്ചയും നല്ല രസമായിരിക്കും. തന്നെയല്ല ഇവിടെ ജീവിത രീതിക്ക് നല്ല അന്തരീക്ഷമാണ്. മഴക്കാലം വരുമ്പോൾ സ്വല്പം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. എങ്കിലും പറയത്തക്ക രീതിയിൽ ഉരുൾപൊട്ടലുകളൊന്നും ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ജീവിക്കാൻ പറ്റിയൊരു മേഖലയാണ്. ഈ സ്ഥലത്തിൻ്റെ പേര് ഏന്ത്യാർ മുക്കുളം വടക്കേമല എന്ന് പറയും. എന്തെങ്കിലും കാലത്ത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണണം തോന്നിയാൽ വരികയൊക്കെ ചെയ്യാം. എല്ലാവരും വന്ന് സമയങ്ങളിൽ വന്ന് കണ്ട് പോകുന്നതിന് ഒരു സമയം കണ്ടെത്തുക. ഇത് കണ്ടോ, ഇതെല്ലാം ഏത് വേനലായാലും ഇവിടെ വെള്ളം പറ്റത്തില്ല. വെള്ളത്തിൻ്റെ അളവ് കുറയുന്നത് മാത്രമല്ലാതെ വെള്ളം പറ്റത്തില്ല. അതാണ് ഈ പ്രദേശത്തിൻ്റെ പ്രത്യേകത. ഓക്കെ. ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഉരുൾപൊട്ടിയ മേഖലയാണ് ഈ പ്രദേശമെല്ലാം കാണുന്നത്. ഇപ്പോൾ ഒരു പച്ചപ്പൊക്കെ നിറഞ്ഞ് ഇതിപ്പം ഈ കാലാവസ്ഥ ഈ സമയങ്ങളാണ് എല്ലാം പഴുത്ത് അന്ന് കുരുന്നുകൾ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതുകൊണ്ടല്ല ഇപ്പോഴത്തെ നല്ല പച്ചപ്പായം വന്നുകൊണ്ടിരിക്കുന്ന കാലമാണ് ഇപ്പം. ഈ പ്രദേശമെല്ലാം മലമ്പ്രദേശമാണ്, എങ്കിലും താമസിക്കാനൊക്കെ നല്ല സൗകര്യമാണ്. ഉരുൾപൊട്ടലെന്ന് പറഞ്ഞാൽ നമ്മളാരും വരുത്തി വെക്കുന്നതല്ല, പ്രകൃതിയുടെ ഒരു ദുരന്തമായിട്ട് തന്നെ കണ്ടുകൊണ്ട് നമുക്ക് ഇവിടെ തന്നെ ജീവിക്കാം എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളൊക്കെ ഇവിടെ ജീവിക്കുന്നത്. ഇത് തൂങ്ങാമുടി എന്ന് പറയുന്ന സ്ഥലമാണ്. ഞങ്ങളൊക്കെ പഠിച്ച സ്കൂൾ, ഇതിൻ്റെ മണ്ടയിലൊരു സ്കൂളുണ്ട്, ഒരു പള്ളിയുണ്ട്, നല്ല അന്തരീക്ഷമാണ് അവിടെ. അടുത്തൊരു വീഡിയോയിൽ അവിടെ കാണിക്കാം. ഇത് തൂങ്ങാമുടി മല. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എല്ലാ പ്രദേശവും കാണാം, മുണ്ടക്കയം വരെ എല്ലാം കാണാം. ഒരു നല്ല സ്ഥലമാണ് ഇവിടെ. സുഹൃത്തുക്കളെ, ഞാൻ ആദ്യമായിട്ട് തുടങ്ങിയ ഒരു ചെറിയ ചാനലാണ്. എനിക്ക് നല്ല വീഡിയോ എടുത്ത് വലിയ പരിചയമൊന്നുമില്ല. എങ്കിലും നമ്മുടെ നാടൻ രീതിയിലുള്ള വിശേഷങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്. എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ ഈ തൂങ്ങാമടിയുടെ കാര്യം പറഞ്ഞത് അത് പഴയ കാലത്തെ ഒരു ഭയങ്കര ചരിത്രപരമായ കാര്യമാണ്. അവിടെ നമ്മുടെ ഈ പ്രദേശത്ത് സ്കൂളുകളൊന്നുമില്ല. 10,000-2000 കുട്ടികൾ പഠിച്ചുകൊണ്ട സ്കൂളാണ്. ഇപ്പം പിള്ളേരൊക്കെ കുറവാണ്. അവിടെ ഒരു പള്ളിയുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്.
അതുകൊണ്ട് അത് വരും ദിവസങ്ങളിൽ നമ്മുടെ ഈ പ്രദേശത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ നിങ്ങളെ അറിയിക്കണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ പറയുക, എന്നെ സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക. നിങ്ങൾ ഈ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ എനിക്കൊരു പ്രോത്സാഹനമായിരിക്കും. അതുകൊണ്ട് വരുന്ന ദിവസങ്ങളിൽ നല്ല നല്ല ചെറിയ വീഡിയോകൾ, നമ്മുടെ നാട്ടുപ്രദേശത്തെ വീഡിയോകളൊക്കെ ഇടാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക.